വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പര്യാപ്തമാകുന്ന വിധത്തിലുള്ള വെള്ളം ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ എക്സി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ 41% വെള്ളമേ ഇപ്പോൾ ഇതിൻ്റെ ആകെ കപ്പാസിറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. കൃത്യം കണക്ക് പറഞ്ഞാൽ 79 മീറ്ററാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അപകടകരമായി വരുന്ന മാക്സിമം വാട്ടർ ലെവൽ. 78 ഫസ്റ്റ് വാണിങ്. 76.20 കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വളരെ ചെറുതായി തുറന്നു വിടേണ്ടി വരും. പക്ഷേ ഇപ്പോൾ 74 ആയിട്ടുള്ളൂ, 73.97. അപ്പം അതുകൊണ്ട് വെള്ളം തുറന്നു വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചന വകുപ്പ് നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളിൽ പറയപ്പെടുന്നത് പോലെ ഇപ്പോൾ പത്തനംതിട്ടയൊക്കെ ഉണ്ടായിട്ടുള്ളത് മിന്നൽ പ്രളയത്തെ പോലെയുള്ള സംവിധാനങ്ങളാണ്, വലിയ അളവിൽ മഴ പെയ്യുന്നു എന്നൊക്കെയുള്ള പേടിയുള്ളത് കൊണ്ട് തുടർച്ചയായിട്ട് ഇവിടെ നിരീക്ഷിക്കാനും ആളുകൾ അതത് മണിക്കൂറിൽ നമുക്ക് വിവരം തരാനും വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഷട്ടർ നേരത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഷട്ടർ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് നോക്കി വേറെ അപകടങ്ങളില്ല എന്ന് വരുന്ന സ്ഥിതിയും പരിശോധിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ തവണ തന്നെ തീരെ പ്രശ്നങ്ങൾ അത്ര ഗൗരവമായി വരാതിരുന്നൊരു ഘട്ടത്തിലാണ് പെട്ടെന്ന് 400-ലേറെ മില്ലിമീറ്റർ മഴ ഒരുമിച്ച് പെയ്ത നമ്മുടെ ചൂരൽമലയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ അതേ ദിവസം ഉണ്ടായിട്ടുള്ള വലിയ മിന്നൽ പ്രളയം ഉണ്ടായത്. മിന്നൽ പ്രളയത്തെക്കുറിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത്ര മനസ്സിലായില്ല, ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ട്. മിന്നൽ പ്രളയം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗമായി വെള്ളം ഉയർന്നതാണ്. അതുകൊണ്ടാണ് അതത് സമയത്ത് കൃത്യം ആളുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള മാപിനി ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും അത് സംബന്ധിച്ചിട്ടുള്ള വിവരം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ പേടി ഇത്ര മഴ പെയ്തിട്ടും നമുക്ക് വരൾച്ച കാലത്ത് നേരിടേണ്ടി വരുന്ന വിധത്തിലുള്ള വെള്ളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. മറ്റൊന്ന് പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ പരാതികൾ പൊതുവെ തൃശ്ശൂർ ജില്ലയല്ല ഉദ്ദേശിച്ച പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഇത്തവണ ഇതിനെ കൈകാര്യം ചെയ്തതിലുള്ള പാളിച്ചകൾ എന്തൊക്കെയാണ് റവന്യൂ മന്ത്രി? അല്ല, സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പ് ഇതിനെ നേരിടുന്നതിൽ വലിയ പാളിച്ച ഉണ്ടായതായി പത്തനംതിട്ട MLA ഉൾപ്പെടെ അബിൻ വർക്കി ഉൾപ്പെടെ വളരെ പരസ്യമായി പറയപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി അവധാനതയോടുകൂടി നമ്മുടെ മഴക്കാല പ്രവർത്തനങ്ങളെ കാണേണ്ടതായിരുന്നു. അങ്ങനെ കാണുന്നൊരു ശീലം നമുക്കിടയിലുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 4-5 വർഷക്കാലമായി റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ജൂൺ മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായിട്ടുള്ള എത്ര ക്യാമ്പുകൾ നമുക്ക് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ക്യാമ്പിന് വേണ്ടി തയ്യാറെടുക്കപ്പെടുന്ന സ്കൂളുകൾ, ക്യാമ്പിന് വേണ്ടി തയ്യാറെടുക്കപ്പെടുന്ന മറ്റ് പൊതുസ്ഥാപനങ്ങൾ, അവരുടെ താക്കോൽ ഉൾപ്പെടെ വില്ലേജ് ഓഫീസറുടെ കയ്യിലുണ്ടാകണം എന്ന് ഞങ്ങൾ നിർബന്ധം പിടിക്കാറുണ്ട്. ഓരോ സ്ഥലത്തെയും ക്യാമ്പ് ഓഫീസർമാരായി ജൂൺ മാസത്തിൽ തന്നെ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ വിധത്തിൽ ജൂൺ മാസത്തിൽ തന്നെ ഓരോ വില്ലേജ് ഓഫീസറുടെ കയ്യിലും പ്രാഥമികമായ പ്രവർത്തനത്തിന് വേണ്ടി 25,000 രൂപ നൽകാറുണ്ട്. ഇതിനേക്കാൾ പ്രധാനമായിട്ടും നേരത്തെ ഏതൊരു മന്ത്രി പറഞ്ഞപ്പോൾ പറയുന്നത് കേട്ടു, 2022 ഓറഞ്ച് ബുക്കാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഓറഞ്ച് ബുക്ക് 2022 പിന്നെ ദീർഘകാലത്തേക്ക് വയ്ക്കില്ല. എല്ലാ വർഷവും ഓറഞ്ച് ബുക്ക് ഉണ്ടാവും. ഓറഞ്ച് ബുക്ക് ആ ഘട്ടത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ദുരന്തബാധിത സ്ഥലങ്ങളും പ്രശ്നബാധിത സ്ഥലങ്ങളും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ എത്ര, അതിൽ തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വർണബിലിറ്റി ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ, അതെല്ലാം വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് തയ്യാറാക്കുന്ന ഒരു ഒരുക്കം അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും നടത്താറുണ്ട്. അത് ആ അർത്ഥത്തിൽ ഇത്തവണ നടന്നതായി കാണുന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. കാലാവസ്ഥാ പ്രവചന വകുപ്പിൻ്റെ പ്രവചനത്തെ മാത്രം ആശ്രയിക്കരുത് എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളതാണ്. 2018 അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളതുകൊണ്ട് തന്നെ നിരവധികളായിട്ടുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. UFSഉം IMG വെതറും സ്കൈമെറ്റും അങ്ങനെ രാജ്യാന്തര നിലവാരത്തിലുള്ള പ്രവചന ഏജൻസികളുടേത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളെ കൂട്ടിക്കെട്ടിയാണ് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ വളരെ ഗൗരവമാണ്. അത് പരിശോധിക്കണം. അത് പരിശോധിച്ച് മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന ഒരു അടിയന്തര പ്രമേയത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തത്വദീക്ഷിതയില്ലാത്ത സ്ഥലം മാറ്റം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമായി ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതാണ്. 2 കാരണങ്ങളാണ് അതിന് പറഞ്ഞ കാരണങ്ങൾ. ഒന്ന്, SSLC പരീക്ഷ കഴിഞ്ഞ് +1, +2 പരീക്ഷ കഴിഞ്ഞ്
പുതിയതായി കോളേജുകളിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ EWS ഉൾപ്പെടെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട ഒരു കാലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയാൽ അത് അപകടം ചെയ്യും. 2, മഴക്കാലം അതിൻ്റെ പൂർവ്വ തയ്യാറെടുപ്പുകൾ അതുൾപ്പെടെ ആദ്യത്തെ ഒരു ക്വാർട്ടറെങ്കിലും അതിൻ്റെ പ്രദേശങ്ങൾ എവിടെ, ക്യാമ്പ് എങ്ങനെ ആരംഭിക്കാൻ പറ്റും, ഭരണബിൾ എന്ന് കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ, മഴ മുന്നറിയിപ്പുണ്ടായാൽ മാറ്റി പാർപ്പിക്കേണ്ട ആളുകൾ ആരൊക്കെ, ഇതെല്ലാം അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ തുടരണം എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ അതിലൊരു ശ്രദ്ധയും ഗവൺമെൻറ് കാണിച്ചില്ല. 2583 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ 2 മാസക്കാലത്തിനിടയിൽ മാറ്റിയത്. അതിൽ 559 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഗുരുതരമായിട്ടുള്ള സംഭവം നടന്നിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ 13 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ 117 പേരെയാണ് ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ മാറ്റിയത്. അതിൽ 21 സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും 41 വില്ലേജ് അസിസ്റ്റൻറ്റുമാരും 11 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുമാരും VFAമാരും ഉൾപ്പെടെ 117 ആളെ, ഞാൻ കോട്ടയത്ത് എല്ലായിടത്തും കണക്കുണ്ട്, കോട്ടയത്ത് 161, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലുള്ള വില്ലേജ് ഓഫീസർമാരെ, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒരുമിച്ച് ഈ ദുരന്തം നടന്ന അതേ വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാർ ചെറിയൊരു സമയക്കാലം കൊണ്ട് മാറിയപ്പോൾ അവർക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങളൊന്നും നടത്തുന്നതിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നേരിടേണ്ടത് പ്രതിപക്ഷം മാത്രമല്ല, പൊതുജനങ്ങളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ധാരാളമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, നേരത്തെയും കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ആഞ്ഞടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തികഞ്ഞ ധിക്കാരത്തോടെ അതിനെ നേരിടുക എന്നതിന് പകരം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശരി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. കുറച്ചുകൂടി ഗൗരവമായിട്ട് അതിനെ കാണണം, വളരെ ആധികാരികമായിട്ട് ഈ പ്രദേശങ്ങളിൽ പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോയിരുന്നു, ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഇതൊക്കെ ഓരോ സ്ഥലത്തും ഉയർന്നു പോകുന്ന വെള്ളം, മിന്നൽ പ്രളയമൊക്കെ ഇതൊക്കെ ചെറിയ ദുരന്തമായിട്ടുള്ളൂ. ഇനി ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളെ അതിജീവിച്ച നാടാണ് ഈ കേരളം. അപ്പോൾ ഒരു ചെറിയ സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ നാം പകച്ചു പോകുന്ന അനുഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയുന്നതിനും മഴക്കാലത്ത് നേരിടുന്നതിനും വേണ്ടി നടത്തിയ യോഗങ്ങളിൽ ഉൾപ്പെടെ MLAമാരെ ക്ഷണിച്ചിരുന്നില്ല എന്ന പ്രശ്നം ഞങ്ങൾ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു. അത് പരിഹരിക്കാം എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരുന്നു. സാധാരണ ജൂൺ മാസത്തിൽ ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLAമാർ ചെയർമാൻമാരായിട്ടുള്ള ഇതിനെ നേരിടാനുള്ള കമ്മിറ്റികളും അതിൻ്റെ താഴെക്കടയിലുള്ള സംവിധാനങ്ങളും വരുമായിരുന്നു. തവണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇത്തിരി വൈകി എന്ന് മാത്രമല്ല, ആ വിധത്തിലുള്ളൊരു നിർദ്ദേശം വന്നിട്ടുമില്ല. അപ്പോൾ അത് വളരെ ഗൗരവമായി കാണേണ്ട പ്രശ്നമാണെന്ന് കാണുന്നു. ഈ ഹെലികോപ്റ്റർക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എത്രയോ തവണ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയതാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിലൊക്കെ തുറന്ന ആളുകളോട് അഭിപ്രായം പറയണം. ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഒരറ്റത്ത് മുഖ്യമന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിനല്ല ഉപയോഗിച്ചതെന്ന്, മറ്റൊരിടത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിന് കാറല്ല ഇനി ചിലപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. ഇതിലൊക്കെ ഏതാണ് ശരി എന്ന് പരസ്പരം ധാരണയുണ്ടാക്കി പൊതുവായ അഭിപ്രായങ്ങൾ പറയുമായിരിക്കും ഏറ്റവും നല്ലത്. 2018 കേരളത്തിലെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ല എന്ന കാര്യം എനിക്ക് അറിയുമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി. അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നുള്ള സംശയം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ മനസ്സിലായേനെ. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഹെലികോപ്റ്ററിൽ അന്നത്തെ ദുരന്ത നിവാരണ പ്രക്രിയയെ കവർ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ സഞ്ചരിച്ചത്. കേരളം മുഴുവൻ കണ്ടതാണ്. ഞാൻ അത്തരമൊരു തർക്കത്തിന് ഇപ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ പറയുന്നില്ല. മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. അത് ഞാൻ നേരത്തെ ചേച്ചിയോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. പക്ഷേ അതൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കാണാൻ പോകേണ്ടതുണ്ടോ? അങ്ങനെ കാണാൻ വ്യവസായ വകുപ്പ് മന്ത്രി പോലും അറിയാതെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? അതൊക്കെ യാഥാർത്ഥ്യമാണോ? അതൊക്കെ വരുന്ന കാലങ്ങളിൽ തെളിയിക്കപ്പെടും. അന്ന് ഏതായിരുന്നു ആ ഇൻവെസ്റ്റർ എന്ന് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പം അന്ന് കേൾക്കാം.